സ്റ്റാറ്റിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്ഥിതിവിവരക്കണക്കിൽ നിന്ന് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യനാണ് ഇങ്ങനൊരു ടേബിളൊക്കെ തന്നിട്ട് അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ ഉണ്ടായിരിക്കും, വിഭാഗങ്ങളൊക്കെ ആക്കിയിട്ട് മധ്യമം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനാണ്, അത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഒരു 6 സ്റ്റെപ്പിൽ മധ്യമം കിട്ടുന്നത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മെത്തേഡ് എളുപ്പമാണെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഈ ടേബിളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ എന്താണ് ടേബിളിലെ മാറ്റം നോക്കാം. ടേബിളിലെ മാറ്റം കാര്യമായിട്ടൊന്നുമില്ല, തന്ന 2 കോളം അതുപോലെ വരയ്ക്കുക. ഡെയിലി വേജ് അല്ലെങ്കിൽ ദിവസ വരുമാനം ഫസ്റ്റത്തെ ആ ക്ലാസ്സുകളൊക്കെ അതേപോലെ, വിഭാഗങ്ങളൊക്കെ അതുപോലെ, അതിലുള്ള എണ്ണങ്ങൾ അതേപോലെ കോപ്പി ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ സംഭവം കോപ്പി ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്ത് ഓക്കെ, വലതുഭാഗത്ത് ഇവിടെ ഒരു 14 വിട്ടുപോയില്ലേ. ഓക്കെ, ക്വസ്റ്റ്യനുള്ള ടേബിൾ ഞാൻ അതുപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്, അത് ചെയ്യുക. എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ CF എന്ന് എഴുതി കൊടുത്താൽ മതി. മലയാളം മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ CF എന്ന് എഴുതി കൊടുത്താൽ മതി. ഞാൻ മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, CF എന്ന് എഴുതി കൊടുക്കാം. അഥവാ കൂട്ടാവൃത്തി, ഈ മലയാളത്തിൽ എഴുതാൻ നിർബന്ധമാണെങ്കിൽ കൂട്ടാവൃത്തിയാണ്. അതെങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് ആയി വിട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു 3ാമത്തെ കോളം നമുക്ക് വേണം ആൻസറിന്. ഇനി ശരിക്കും ടേബിൾ വരയ്ക്കുമ്പോൾ ഡെയിലി വേജ് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ വേണം. ശരിക്കും ഇങ്ങനെയല്ല ഈ ഫസ്റ്റത്തെ കോളം വേണ്ടത്, പക്ഷേ നമുക്ക് ആൻസർ എഴുതാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് നല്ലത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് കോളം വൃത്തിയായി പെർഫെക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ 600-ന് താഴെ, 700-ന് താഴെ, 800-ന് താഴെ, 900-ന് താഴെ, 1000-ന് താഴെ, 1100-ന് താഴെ എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിൻ്റെ ഇടയിൽ വെറുതെ ഒരാവശ്യമില്ലാതെ എഴുതി ചേർക്കാം. ഓക്കെ, തെറ്റൊന്നുമില്ല. നമുക്ക് ആൻസർ ചെയ്യാൻ ഈ 3 മതി ശരിക്കും. അതും കൂടെ എഴുതി ചേർക്കുകയാണ് ഏറ്റവും പെർഫെക്ഷൻ. ശരി, അങ്ങനെ ഒരു കോളം ഇതിൻ്റെ ഇടയിൽ ചേർക്കാം, അല്ലെങ്കിൽ ബിലോ 600, ബിലോ 700 എന്നുള്ള രീതിയിൽ. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കണം നോക്കിയേക്കാം. ഈ കോളം എഴുതാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണിയൊന്നുമില്ല. ആദ്യത്തത് നമ്മുടെ ഈ ഫ്രീക്വൻസികളാണിത്. അതിന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കണം എങ്ങനെയെന്ന് നോക്കുന്നത്. ആവൃത്തിനെ കൂട്ടാവൃത്തിയാക്കുന്നത്. 8 അതുപോലെ എഴുതി. അടുത്തത് 8ൻ്റെ കൂടെ 13 കൂട്ടുക, 21. ആ 21ൻ്റെ കൂടെ 20 കൂട്ടുക, 21ൻ്റെ കൂടെ 20 കൂട്ടി 41. ആ 41ൻ്റെ കൂടെ 25 കൂട്ടുക, 66. അടുത്ത 66ൻ്റെ കൂടെ 19 കൂട്ടുക, 85. 85ൻ്റെ കൂടെ 14 കൂട്ടുക, 99. മിക്ക ക്വസ്റ്റ്യനിലും ഇതിൽ തന്നിരിക്കുന്ന പോലെ തന്നെ 99 ജോലിക്കാരുടെ ദിവസ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്പർ തരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലാസ്റ്റ് നമ്പർ അതുതന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക. ഈ ടേബിൾ വരയ്ക്കുന്നതിന് മാർക്കുണ്ട്. വൃത്തിയായിട്ട് കൂട്ടാവൃത്തിയൊക്കെ തെറ്റാതെ കണ്ടുപിടിച്ച് വയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഭംഗിയായിട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ N കണ്ടുപിടിക്കുക. നമ്മുടെ മധ്യമത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ മീഡിയൻ പൊസിഷനും കണ്ടുപിടിക്കുക. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇനി ഓരോന്നായിട്ട് പറയാം. ഇത് ഞാനെല്ലാം അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്പറായിരിക്കും. ലാസ്റ്റ് എഴുതിയ കൂട്ടാവൃത്തികളിൽ ലാസ്റ്റത്തെ നമ്പറായിരിക്കും. അതായത് ആകെ എണ്ണം 99. ഇനി മധ്യമ സ്ഥാനം അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ. N ഒറ്റ സംഖ്യയാണ് ഇരട്ട സംഖ്യയാണ് നോക്കുക. ഓഡ് നമ്പറാണ് ഈവൻ നമ്പറാണ് നോക്കുക. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരെണ്ണം, ഇരട്ട സംഖ്യയാണെങ്കിൽ 2 എണ്ണം. ഇത് ഒറ്റ സംഖ്യയുടെ ഒരെണ്ണമേ ഉള്ളൂ. എങ്ങനെ മീഡിയൻ പൊസിഷൻ കാണാം? 99 + 1/2 അല്ലേ? ഏതാണോ സംഖ്യ അതിനോട് 1 കൂട്ടുക /2. അപ്പോൾ 50 കിട്ടും. 100 + 1/2 പറഞ്ഞ് 100/2 പറഞ്ഞു കഴിഞ്ഞാൽ 50. അതായത് മീഡിയൻ്റെ പൊസിഷനേ കിട്ടിയിട്ടുള്ളൂ. 50ാമത്തെ ആളുടെ ദിവസ വരുമാനമാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്ന് മനസ്സിലായി. ഓക്കെ, അവിടെ വരെ എത്തി. ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. N കണ്ടുപിടിച്ചു. അതിൻ്റെ പൊസിഷൻ, മീഡിയൻ്റെ പൊസിഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. അടുത്ത 3 എണ്ണമാണ് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ എഴുതുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആക്ച്വൽ പ്രൊസീജിയർ. ഓക്കെ, മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മധ്യമ വിഭാഗം. ആ ക്ലാസ്സിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെ ആ വിസ്താരം എന്താണ്, അല്ലെങ്കിൽ വലുപ്പം. ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ആവൃത്തി. ഓക്കെ, അതിനെ നിങ്ങളൊരു വിഭാഗം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെക്കണം. 1, 2, 3, 4, 5, 6 നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ് സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനുള്ള വഴി എന്താണെന്നറിയോ? നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അതിൻ്റെ മീനിങ് മനസ്സിലാവാൻ നമ്മൾ ബ്രാക്കറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതി കൊടുത്താൽ മതി. ഇതിൻ്റെ അർത്ഥം ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ളവരാണ്. 8 വരെയുള്ളവരിവിടെ കഴിഞ്ഞാൽ ഇനി 9ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 9 മുതൽ 21 വരെ. ഇനി 21 പേര് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ 22 മുതൽ 41 വരെ. 41 പേര് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ക്ലാസ്സിൽ ഒരു 42 മുതൽ 66 വരെ. 66 പേര് ഇവിടെ കഴിഞ്ഞു. ഇനി 67 മുതൽ 85 വരെ.
85 പേര് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ 86 മുതൽ 99 വരെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഈ എഴുതുന്നത് അത്രയും യൂസ്ഫുള്ളാണ്. നിങ്ങൾ എഴുതുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട വിഭാഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയൻ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈ 50 എന്നത് ഏതിലാണ് വരിക നോക്കാം. ആദ്യത്തെ 8 പേരിലല്ല, 9 മുതൽ 21 പേരിൽ അതിലും അല്ല, 22 മുതൽ 41 പേര് അതിലും അല്ല. പക്ഷേ 42 മുതൽ 66 വരെ എണ്ണുമ്പോൾ അതിനിടയ്ക്ക് 50 വരും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മധ്യമത്തിന് പറ്റിയ വിഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ട. അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടേബിളിൽ കൃത്യമായിട്ട് മധ്യമ വിഭാഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. ശരി, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി അതിൽ മധ്യമ വിഭാഗം ഏതാ? ഇനി ഇതിൽ നോക്കി ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് വിഭാഗം, അതായത് 800 to 900. 800 മാത്രം എഴുതിയത്, 800 to 900 മധ്യമമുള്ള വിഭാഗം. ഇതിനകത്താണ് നമ്മുടെ 50ാമത്തെ ആളുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ വിസ്താരം, ഇതിൻ്റെ വലുപ്പം എത്രയായിരിക്കും? 800 to 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുപ്പം എന്താവും? നമുക്ക് കണ്ടാലറിയാം. ഇതിൻ്റെയൊക്കെ വലുപ്പം എന്താ? 500 to 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 600 to 700 എന്ന് പറഞ്ഞാലൊക്കെ 100 അപ്പോൾ വലുപ്പം എന്താണ്? 100 900-ന് 800 കുറച്ചാൽ മതി, വലുതും ചെറുത് കുറച്ചാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്താണ്? ഇതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതരുത് കേട്ടോ, 66 എഴുതി കൊടുക്കരുത്, 25. ഇതാണ് നമ്മുടെ വിഭാഗം 800 മുതൽ 900 വരെ. അതിൽ എത്ര പേരുണ്ട്? 25 പേരുണ്ട്. അപ്പോൾ ആവൃത്തി എന്താണ്? 25. ഇത് മൂന്നും തെറ്റാതെ എഴുതി കൊടുക്കുക. ക്ലാസ് ഏതാണ്, അതിൻ്റെ വലുപ്പം എന്താണ്, അതിലെത്ര പേരുണ്ട്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 പേര്. ഈ 3 പേരും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയും D/2 കണ്ടെത്തലാണ്. ഇനി കണ്ട എളുപ്പമാണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയ 2 അതായത് വിഭാഗത്തിൻ്റെ വലുപ്പത്തിന് വിഭാഗത്തിൽ എത്ര ആൾക്കാരുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. വിഭാഗത്തിൻ്റെ വലുപ്പം എന്താ? 100. വിസ്താരം അല്ലെങ്കിൽ വിഡ്ത്ത് 100. ഓക്കെ, ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസി എന്താ അല്ലെങ്കിൽ എണ്ണം എത്രയാണ്? 25. അപ്പോൾ 100/25 4 ഡി ആണ് കേട്ടോ 4. അപ്പോൾ D/2 കൂടെ അപ്പം തന്നെ ചെയ്ത് വയ്ക്കുക, പിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഡിയും D/2 കണ്ടുവയ്ക്കുന്നത്. മാറിപ്പോരുത്. D/2 ഡി 4 ആണെങ്കിൽ D/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/2 2. ഇത്രയും തലയിൽ കയറിയെന്ന് കരുതണം. ഓക്കെ, ഡിയും D/2 കണ്ടുപിടിച്ച് വെച്ചു. ഇനി 5-6 സ്റ്റെപ്പുകൾ. അതെ, 5-6 സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 വരെയേ ഉള്ളൂ. 5ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടിയല്ലോ. ഇതിൽ ആദ്യത്തെ ആളുടെ ദിവസ വരുമാനം എത്രയെന്ന് നമ്മൾ, അല്ലെങ്കിൽ ഡെയിലി വേജ് എത്രയെന്നുള്ളത് നമ്മളൊരു പ്രഡിക്ഷൻ, ഒരു ഗസ് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ മീഡിയൻ ക്ലാസ്സിൽ ആദ്യത്തെ ആളെ 42 മുതൽ 66 വരെ 42 അല്ലേ? ഓക്കെ, ആ 42ാമത്തെ ആളുടെ നാം എഴുതാൻ പോവാം. അതായത് X42 എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. X42, അതായത് 42ാമത്തെ ആളുടെ ദിവസ വരുമാനമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതിൻ്റെയോ ഒന്നിൻ്റെ കൂടെ D/2 കൂട്ടുകയാണ്. D/2 ആണ് കേട്ടോ, D/2 ആണ്, മറക്കണ്ട. ഓക്കെ, D/2 കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഏതിൻ്റെ കൂടെ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ തലയ്ക്കത്ത് ഏറ്റവും തലയ്ക്കുള്ള നമ്മുടെ മീഡിയൻ ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയും. 800 മുതൽ 900 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ഇവിടെ എഴുതേണ്ടത്. അല്ല, നമ്മുടെ മീഡിയൻ ക്ലാസ് 900 മുതൽ 1000 വരെ ആയിരുന്നെങ്കിലോ 900 അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 800 + D/2 നമ്മുടെ കയ്യിലുണ്ട്. തൊട്ട് മുന്നേ കണ്ടുപിടിച്ചേ ഉള്ളൂ, 2 ആയിരുന്നു. അപ്പോൾ 802 42ാമത്തെ ആളുടെ ദിവസ വരുമാനമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പം ഈ ലാസ്റ്റ് സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ്, അതായത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിലെ ഏറ്റവും ഫസ്റ്റത്തെ ആളുടെ ദിവസ വരുമാനം നമ്മൾ എഴുതി കൊടുത്തു, 802 കരുതി. നമുക്ക് എത്രാമത്തെ ആളുടെ വേണ്ടത്? 50ാമത്തെ ആളുടെ. 42ാമത്തെ ആൾ പോരാ, അപ്പോൾ 50ാമത്തെ ആളുടെയാണ് കിട്ടേണ്ടത് അല്ലേ? മധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X50. X50 കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ X42 ഇല്ലേ, അതിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? നമ്മുടെ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആലോചിക്കുക. X42ൻ്റെ കൂടെ 8 ഡി കൂട്ടിയാൽ എനിക്കിപ്പോൾ X60 വേണ്ടതെന്ന് കരുതാം. അതായിരുന്നു എൻ്റെ മധ്യമം എന്ന് കരുതാം, 60ാമത്തെ ആളുടെ ആയിരുന്നു. അപ്പോൾ X42 18 ഡി കൂട്ടണമായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. അപ്പോൾ 8 ഡി കൂട്ടിയാൽ എനിക്ക് X50 കിട്ടും. X42 802. ഇനി ആ സംഖ്യകൾ ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് 8 ഡി എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ഡി എത്ര? D/2 അല്ല, ഡി ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഡി എത്രയായിരുന്നു കിട്ടിയത്? ഡി 4 അല്ലേ? D/2 2. അപ്പോൾ 8 ഇൻറ്റു 4, അപ്പോൾ 802 പ്ലസ് 8 ഇൻറ്റു 4 32, 834 ഫൈനൽ ആൻസർ വരിക. 6 സ്റ്റെപ്പ് തെറ്റാതെ ഒന്നും കൂടെ മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് ആൻസർ കറക്റ്റായി കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുക.